പേര് ആശാ വിനീത്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് മീൻ മുളകിട്ടതാണ്. ഇത് നിങ്ങൾക്ക് റെസ്റ്റോറന്റ് അല്ലെങ്കിൽ തട്ടുകട എന്നൊക്കെ കഴിക്കുന്ന ആ ഒരു രുചി ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അര ടീസ്പൂൺ കടുക്. ഇത്രയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല മയത്തിൽ ഇതുപോലെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ല മയത്തിൽ അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഇവിടെ ഞാൻ 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിൽ അരിഞ്ഞാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 5 ചെറിയ കഷ്ണം കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചത് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കുകയാണ്. ആവശ്യാനുസരണം നമുക്ക് ഉപ്പ് കൂടി ചേർക്കാം ഇതിലോട്ട്. ഇനി 3 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ് ഞാൻ. വളരെ ഈസി ആയിട്ടുള്ള ഒരു മീൻ മുളക് ഇട്ടതാണ്. ഏത് ബാച്ചിലേഴ്സിനും ആർക്കായാലും ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒട്ടും കേടാവില്ല. നമ്മൾ ഇതിൽ ഉള്ളിയൊന്നും ചേർക്കണില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഇത് കേടാവുകയും ചെയ്യില്ല. 1-2 ദിവസം നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുത്തുകൊണ്ടിരുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്. അതുപോലെ തന്നെ കപ്പ, ചോറ് ഇതിനൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് ഈ മീൻ മുളക് ഇട്ടത്. ഇപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇത് തിളച്ച് ചാറ് കൊഴുത്ത് വരാൻ വയ്ക്കുക. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് ചാറ് തിളച്ച് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ, ചെറുതായിട്ട് കട്ട് ചെയ്ത മീൻ കഷ്ണങ്ങളാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. നമുക്ക് ഏത് പച്ചമീനും നമുക്ക് ഇതിലോട്ട് ചേർക്കാം. മത്തിയാണ് കൂടുതൽ ടേസ്റ്റ് ഈ മീൻ മുളക് ഇട്ടതൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് മത്തിയാണ്. വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിരിക്കുകയാണ് ഞാനിവിടെ. ഇത് ഓരോന്നായിട്ട് ഇതുപോലെ പറക്കി ഈ തിളച്ച ചാറിലോട്ട് ചേർക്കുക. ഇനി ഈ മീൻ നന്നായിട്ട് വെന്ത് ചാറ് കുറുകി വരാൻ പാകത്തിന് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആക്കിയിട്ട് ഇത് നന്നായിട്ട് മീൻ വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് മീൻ വെന്ത് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ മീൻ വെന്ത ശേഷം ഇതുപോലെ നമുക്ക് ചുറ്റിക്കാവൂ. തവിയിട്ട് ഒന്നും ഇളക്കരുത്. അപ്പോൾ ഇതുപോലെ മീൻ വെന്ത് നന്നായിട്ട് ചാറ് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ തൂകാം. അതുപോലെ തന്നെ സ്റ്റൗ അപ്പോൾ തന്നെ ഓഫാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടിയിലായതുകൊണ്ട് പിന്നെ ആ ചൂട് കൊണ്ട് തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ തീ ഓഫാക്കണം. ഇതുപോലെ ഒന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള മീൻ മുളകിട്ടത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുകയാണ്. വളരെ ടേസ്റ്റാണിത്. ഇത് കപ്പയ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. കപ്പയ്ക്ക് മാത്രമല്ല, ചോറ്, അപ്പം, അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കോമ്പിനേഷൻ. മീൻ ചിലർ പുട്ടിന് വരെ കൂട്ടി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മീൻ മുളക് ഇട്ടതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹലോ, അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ഈസി അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണ്, നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരേണ്ട ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. എല്ലാവർക്കും നന്ദിയുണ്ട് ഇതുവരെ കണ്ടിരുന്നതിന്. ബൈ.